ഹരേ കൃഷ്ണ. സർവം കൃഷ്ണപാദാർപ്പണ നമസ്തു. ജയ ശ്രീരാധരാധി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരാം. അതായത് ആഗ്രഹ സഫലീകരണം നടക്കും എന്നാണ് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഞാനത് പങ്കുവയ്ക്കുന്നത്. രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു കെണ്ടിയിൽ കുറച്ച് തുളസിയിലിട്ട വെള്ളം എടുക്കുക. അതിനുശേഷം ഒരു തട്ടത്തിൽ 1 രൂപ കോയിൻ വയ്ക്കുക. ദിവസം തുടങ്ങുന്നത്, അതായത് ഒരു വ്യാഴാഴ്ച തുടങ്ങുന്നതിന് ഏറ്റവും നല്ലത്. വ്യാഴാഴ്ച തുടങ്ങും. അപ്പോൾ ഈ 1 രൂപ കോയിൻ വെച്ച് അതിൻ്റെ അടുത്ത് കെണ്ടിയിലെ തുളസിയിട്ട വെള്ളവും വയ്ക്കുക. എന്നിട്ട് ഒരു ജപമാല എടുത്ത് ഓം നമോ നാരായണ എന്ന് തുടങ്ങി 108 പ്രാവശ്യം. ഇപ്പം ജപമാല ഇല്ലാത്തവർക്ക് എന്തെങ്കിലും മുത്തുമണികളോ മഞ്ചാടിക്കുരുവോ എന്തെങ്കിലും എടുക്കാം. അതെടുത്ത് ഓം നമോ നാരായണ എന്ന് 108 പ്രാവശ്യം ജപിക്കുക. ജപിച്ച് തീർന്നതിന് ശേഷം ഈ കെണ്ടിയിലെ വെള്ളം എടുത്ത് ശകലം ഈ ജപിച്ച ആൾ ശകലം കുടിക്കുക. കുടിച്ചതിന് ശേഷം പുറത്തും ശകലം തളിച്ചതിന് ശേഷം തുളസിയുടെ മൂട്ടിൽ കൊണ്ട് ഒഴിച്ചിട്ട് ഓം നമോ നാരായണ എന്ന് ചൊല്ലി തുളസിയുടെ മൂട്ടിൽ ഈ തീർത്ഥ ബാക്കി ഇരുന്ന കെണ്ടിയിലെ തീർത്ഥം കൊണ്ട് ഒഴിക്കുക. അങ്ങനെ ദിവസവും നമ്മളുടെ ആഗ്രഹം സഫലമാകുന്നത് വരെ ഈ ഒരു പ്രാർത്ഥന ചെയ്തതിന് ശേഷം ആഗ്രഹം ഒക്കെ നടന്നു. അതിനുശേഷം ഈ ഇരിക്കുന്ന പൈസകളെല്ലാം നമ്മൾ ഓരോ ദിവസം ഓരോ കോയിനാണല്ലോ വയ്ക്കുന്നത്. ആ പൈസകളെല്ലാം കളക്ട് ചെയ്ത് ഒരു കിഴി കെട്ടി വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണ ക്ഷേത്രത്തിലോ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് നമ്മൾക്ക് സമർപ്പിക്കാം. പക്ഷെ സമർപ്പിക്കുന്ന സമയത്ത് ഒരു ഭാഗ്യസൂക്താർച്ചനയും കൂടെ ചെയ്യുക. കാരണം നമ്മളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗ്യസൂക്താർച്ചനയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു മന്ത്രം ജപിച്ച് അത് എല്ലാ ദിവസവും രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും ചെയ്യാവുന്നതാണ്. അതെല്ലാവരും ഈ ഒരു മന്ത്രം ജപിച്ച് ദിവസേന ആഗ്രഹം നടക്കുന്നത് വരെ ചെയ്തു നോക്കുക. ഹരേ കൃഷ്ണ. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ പാദാർപ്പണ നമസ്തു. ജയ ശ്രീരാധരാധി.